അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ചൊന്നുമല്ല, ഞാനിങ്ങനെ ഞായറാഴ്ചയാണ്, അപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ അമ്മയ്ക്ക് ഇന്ന് ലീവായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് നടക്കാൻ വേണ്ടിയിട്ട് പാടത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല കാറ്റാട്ട്, എന്തൊരു തണുപ്പാണെന്നറിയോ. അപ്പോൾ നമുക്ക് നടക്കാൻ വാ. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പറഞ്ഞു, നിൻ്റെ വീട്, അവളുടെ വീട് എന്തോ ഉണ്ട് ഇത്രയും. നമുക്ക് അവളുടെ വീട് കാണാം. ഏതാ നിൻ്റെ വീട്? അവിടെ ഉണ്ട് ഗൈസ്. നമുക്ക് ഫസ്റ്റ് പാടത്തിലോട്ട് ഇറങ്ങാം കേട്ടോ, എന്നിട്ട് ബാക്കി വീഡിയോസ് കാണാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ ആ പാടത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതാ നല്ല രസമാട്ടോ. ഇവിടെ അനിയത്തിനെ കാണിച്ചു. ഇവിടെ പാടപ്പൊക്കെ കൊയ്തിരിക്കുന്ന ടൈമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കളിക്കാനും നടക്കാനൊക്കെ പറ്റുന്നത് കേട്ടോ. കണ്ടില്ലേ? പിന്നെ ഈ ടൈമിൽ ഇവിടെ കുറേ പേര് ഇങ്ങനെ മാടൊക്കെ മേയ്ക്കാനായിട്ട് വരും കേട്ടോ. പശുവിനെയൊക്കെ മേയ്ക്കാനായിട്ട് ഇവിടെ വരും കേട്ടോ. നിൽക്ക് വരും കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല അടിപൊളി സ്പേസാണ്, നല്ല രസമാണ്. ഇതാ നേരെ കണ്ണുള്ളിലോട്ടുള്ള വഴിയാട്ടോ, നേരെ കണ്ണുള്ളിലോട്ട്, കാടിൻ്റെ ഉള്ളിലോട്ടുള്ള വഴിയാട്ടോ. ഞങ്ങളുടെ തൊടി എന്ന് പറയുന്നത് നല്ല രസമാട്ടോ. അവിടെ ഇപ്പം എന്തായാലും അങ്ങോട്ടൊന്നും പോകണം. അപ്പോൾ നമുക്കൊന്ന് നടക്കാം. നല്ല രസമാട്ടോ നടക്കാനായിട്ട്. എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല ഗൈസ്, എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഓടിയല്ല ചാടി തന്നെ. ഒരു കുരുപ്പുണ്ട്, പക്ഷെ അവളുടെ അടുത്ത് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞാൽ അവൾ വീഡിയോ പോയി വേറെ എന്തെങ്കിലുമൊക്കെ ആക്കും. അതുകൊണ്ടാട്ടോ. നല്ല രസമാട്ടോ. ഇത്തിരി കൂടെ വൈകുന്നേരമായി വന്നീനാ കാറ്റങ്ങനെ അടിച്ചു കൂട്ടും കേട്ടോ, അടിച്ചു കൂട്ട്. നല്ല രസമാട്ടോ ഇവിടെ. പ്രത്യേകിച്ചൊന്നുമില്ല. പിറ്റേന്ന് നേരം നമുക്ക് ഇവിടേക്ക് ഒന്ന് ഇരുന്ന് സിറ്റാവാം കേട്ടോ. അപ്പോൾ അമ്മയൊന്നും പോയില്ല. അമ്മ പോയാലും ഫോണ് നമ്മുടെ കയ്യിലല്ലേ. അമ്മ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും പണി ചെയ്യായിരിക്കും. അങ്ങനെ ഇതാ ഗൈസ്, അങ്ങനെ ഇതോ എന്താ ഞാൻ പറയാം. നല്ല രസമാണ്. ഇവിടെ വീട് കാണിച്ചു തരണം അത്ര. എവിടെയാണ്? ആ കുന്നിൻ്റെ അവിടെയല്ലേ ഗൈസ്? അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ അവിടെയാണ് അത്ര ഇവളുടെ വീട്. എന്നാലും നമുക്കൊന്ന് സൂം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ എത്തുമ്പോൾ ഇവിടെ വീട് നോർമലി കാണിച്ചു. ഇതാ പശു നിൽക്കുന്നുണ്ടില്ലേ, അവിടെ ഒരു മരം കണ്ടില്ലേ? ഇതങ്ങനെ ഇതിന് മേലെ ഞാൻ ഇരുന്ന് കളിക്കും കേട്ടോ. നല്ല രസമാണ്. അതാണ് അവളുടെ വീട്. നല്ല രസമാണ്. പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത പാടത്തോട്ട് ഇറങ്ങാം. ഓരോ സെക്ഷനായിട്ടല്ലേ പാടം ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ കൊയ്ത് കഴിഞ്ഞാൽ പാടം ഏതാന്ന് അറിഞ്ഞൂടാ. അപ്പം നമ്മൾ ഇവിടെ നടക്കാം. നല്ല രസമായിട്ടാണ്. സീനായിട്ടുണ്ട് കേട്ടോ. അമ്മ പോയിന്നാന്ന് തോന്നുന്നത് ഗൈസ്. അമ്മ വീട്ടിലേക്ക് പോയി, അതാണ് ഇവിടെ പറയുന്നത്. അമ്മ മെല്ലെ ഞങ്ങൾ ഗീസ് അമ്മ വീട്ടിൽ പോയിട്ടില്ല. അമ്മ അവിടെ ഇവിടെ ഒരു മറ്റേ പറങ്കിപ്പഴമില്ലേ, നിങ്ങളെന്താ അതിനെ പറയുക? ഇവിടെ പറങ്കിപ്പഴം, ചീരുമ്പഴം എന്നൊക്കെ പറയും. നിങ്ങളതിനെ എന്താ പറയുകയെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ പാടത്തായി മരത്തിൻ്റെ അവിടെ നിറയെ ചീരുമ്പഴം കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ നിന്നൊക്കെ മറ്റേ കാഷ്യൂനറ്റൊക്കെ ഉള്ള ഫ്രൂട്ടില്ലേ, അതാണ് കേട്ടോ അത്. അപ്പോൾ നല്ല രസമാണത്. അത്ര ഒരു ചവർപ്പൊക്കെ ആയിട്ടുള്ള ടേസ്റ്റാണ്. അത് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നാട്ടിൽ അത് എന്താണെന്ന് പറയാമെന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അതന്നെ നിൻ്റെ വീട് കാണിക്കാം, നിൽക്ക്. അങ്ങനെ കഴിച്ച് ഓരോ പാടങ്ങൾ ഞങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമാണെന്ന് അറിയൂ. എന്താ രസം നടക്കാനായിട്ട്. കൊയ്തപ്പോൾ ഒരു സുഖം കിട്ടും. പക്ഷെ ഇങ്ങനെ നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് നടക്കണം. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഓടി സാധാരണ പോലെ നടക്കില്ലേ, ഇവിടെ അങ്ങനെ നടക്കാൻ പറ്റില്ല. കൊയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പുല്ലൊക്കെ ഉണ്ടല്ലോ നല്ലോണം ഉണങ്ങിയിട്ട് ഇങ്ങനെ പൊന്തുമല്ലോ. അപ്പോൾ അതിലൂടെ നമ്മൾ നടക്കുമ്പോൾ നല്ലോണം മുള്ളു കുത്തുന്ന പോലെയൊക്കെ ഉണ്ടാകും. പക്ഷെ നല്ല രസമാണ്. ഇതിന് മേലേക്ക് എനിക്ക് കയറാൻ പേടിയാണ് കാണിച്ചത്. അതുകൊണ്ടില്ല, ഇവിടെ നല്ല പുല്ലൊക്കെ അയച്ച് ഉള്ള സ്ഥലമായിട്ടതും. ഇവിടെ ഒരു ചാലുണ്ടെന്നാണ് തോന്നുന്നത്, കാണുന്നില്ല. നീ ഓടിക്കോ, ഞാൻ എടുത്തു തരാം. അവൾക്ക് ഓടാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഓടിയാൻ പറഞ്ഞാൽ ഓടില്ല. അവൾക്ക് ത്രില്ലുള്ള ടൈമിലൊക്കെ അവൾ ഓടാറുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഓടിയാലോ?
ഫസ്റ്റ് ഞാൻ ഒന്ന് മെല്ലെ നടക്കട്ടെ, എന്നിട്ട് നമുക്ക് ഓടാം. ഓടിയാലോ? അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല കാറ്റത്തോടെ. എന്നിട്ട് എൻ്റെ കാലിപ്പോൾ നല്ല വേദന ഉള്ള ടൈമാണ്. 2 ദിവസം മുന്നേ ഒരു വേലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, കാല് നല്ല വേദനിച്ചിട്ടുണ്ടായിരുന്നു. സീനാട്ടോ. അപ്പോൾ എപ്പോഴും ഈ പാടത്തേക്ക് വരില്ല, കുറേ ആയിട്ടോ ഞാൻ പാടത്ത് വന്നിട്ട്. എന്നാ പറയാൻ, നേരെ വീടിൻ്റെ ഓപ്പോസിറ്റാണ് ഈ പാടം. എന്താല്ലേ ഓരോരുത്തരിലേക്കൊരു അവസ്ഥ. എൻ്റെ ഫ്രണ്ട് പറയാം, അവളുടെ വീടിൻ്റെ അവിടെ ഒരു എന്താണ് റെയിൽവേ ട്രാക്കാണ്. അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് ഓരോ റീലൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ പറയും, നിനക്ക് സുഖമല്ലേ? അപ്പോൾ അവൾ പറയും, എന്ത് സുഖം, നിനക്ക് പാടമായതുകൊണ്ട് കുഴപ്പമില്ല, എനിക്കൊക്കെ അവിടെ റെയിൽവേ ട്രാക്ക് ആയതുകൊണ്ട് എന്താണെന്നറിയോ, റെയിൽവേ ട്രാക്ക് ആയതുകൊണ്ട് കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ അതിൻ്റെ ശബ്ദം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അത്രയും ഞാൻ കുറേ ആയിട്ട് ഈ ഫുൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ ഒരു ഫുൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇത് ഫുള്ളാണോ ഷോർട്ട് ആവുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇതെന്തായാലും ഷോർട്ട് ഫുൾ ഒരു മീഡിയം സൈസിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് പാടമൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു തരാം കേട്ടോ. വേണ്ടില്ലേ, അവിടെ ഒരു വൈറ്റ് വീട്. ഈ വീടിൻ്റെ നേരെ ഉള്ളിലേക്കൊരു വഴിയുണ്ട് കേട്ടോ. അവിടെ ഉണ്ട് കേട്ടോ, ഒരു അമ്പലമുണ്ട്. അവിടെ എപ്പോഴും ഞങ്ങൾ വേലയ്ക്കൊക്കെ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സൺഫ്ലവർ പോലത്തെ ഫ്ലവേഴ്സ് നമുക്ക് വലിക്കാം ഗൈസ്. ഞാൻ കാണിച്ചാൽ അവള് വലിക്കും, ഞാൻ വലിച്ചാൽ സെറ്റ് ആവില്ല. ഈ ഒരു പൂവില്ലേ, അത് സൺഫ്ലവർ തന്നെയാണെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല രസമാണ്, കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. വേണ്ട മതി, വാ, വേണമെങ്കിൽ വലിച്ചോ, അങ്ങോട്ട് പോകണ്ടാന്നേ ഉള്ളൂ കേട്ടോ. അങ്ങോട്ട് അവിടെ ഫുള്ള് ചാലാണ്. നിൽക്കി, ഞാൻ വലിച്ചു തരാം അവിടെ നിന്ന്. എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് അവിടെ നിന്ന് പട്ടികൾ, പിന്നെ പാമ്പ് വലിയ ഉണ്ടാവും എന്നുള്ള ടെൻഷനാട്ടോ എനിക്കിതാ. നല്ല ഫ്ലവറാണ് ഇത്, അവളുടെ കൈക്ക് കൊടുക്കാട്ടെ ഞാൻ. രസമുണ്ട് കേട്ടോ. അമ്മ എവിടെ ഗൈസ്? അമ്മ എങ്ങോട്ടോ പോയി. അമ്മ അതവിടെ ഉണ്ട് ഗൈസ്. ഞങ്ങളുടെ അവിടെ ചെറിയൊരു തൊടിയുണ്ട്, ആ തൊടി കൂടെ പോയിക്കാ. ചെറിയൊരു തൊടിയുണ്ട്, അപ്പോൾ ആ തൊടി കൂടെ പോയി കഴിഞ്ഞാൽ അവിടെയും ചേരുമ്പോഴും കാഷ്യൂനട്ട് എല്ലാം കിടക്കുന്നുണ്ടാവും. അപ്പോൾ അമ്മ അവിടെ പോയി വിളിക്കുക കേട്ടോ. വിളിക്കില്ല, പെറുക്കുകയാണ്. അവിടെ കുറേ വീണിട്ടുണ്ട്, പിന്നെ കുറച്ച് അടുത്തടുത്ത് ഇങ്ങനെ പെറുക്കാനുള്ളതൊക്കെ ഉണ്ട്. നല്ല രസമാണ്. ഞാൻ ഇവിടെ ഗെയിമൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേട്ടോ, കളിക്കുകയല്ല, കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോഴായിരുന്നു അമ്മ വിളിച്ചത്, നമുക്ക് പാടത്ത് പോവാന്ന് പറഞ്ഞ്. മിണ്ടാതി, അപ്പോഴായിരുന്നു അങ്ങനെ. പിന്നെ ഇതാ പശുക്കൾ കാലം മാറി ഗായ്സ്. ഇവർക്ക് എന്താണ് ദിവസം മെയ്യാന്നുള്ളത് തന്നെയല്ലേ അവരുടെ ലക്ഷ്യം. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്കതാണ് ഹോബി. അങ്ങനെതാ, അത് എത്ര നല്ല ദൂരം കേട്ടോ. ഞാൻ നല്ല സൂം ചെയ്തിട്ടാണ് കാണിച്ചതാ. ഇതിപ്പോ നല്ല നോർമൽ. മിണ്ടാതിരി, അമ്മ അപ്പം വരും ഗൈസ്. അമ്മ പോവാണ് ഗൈസ്, അമ്മ വീട്ടിലേക്ക് പോവാണിത്. അമ്മ ചാച്ചയൊക്കെ കൊടുത്ത് ബൈ ബൈ പറഞ്ഞ് പോവാണ്. കുഞ്ഞിൻ്റെ ഒരു ഡാൻസ് കാണിച്ചു തരുമോ? കാണിച്ചു തരുമോ നോക്കട്ടെ ഗൈസ്. അവളുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. ഗൈസ് അമ്മതാ പോയി അവിടെ എത്തി ഗൈസ്. ഇത് ഗൈസ് അമ്മ പോകുന്നു ഗൈസ്. അങ്ങനെ ഇതാ അമ്മ അവളുടെ ഡാൻസ് ഒക്കെ കണ്ടല്ലോ. മൈ കലാകാരി സിസ്റ്റർ. ഇവളുടെ ഭാഷ ഏതാന്ന് നിനക്കറിയാം, കമന്റ് ചെയ്യാട്ടോ. ഇവിടെ വീഡിയോ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവളുടെ ഭാഷ മാറും, സ്റ്റൈല് മാറും, സ്വഭാവം മാറും. എന്തൊക്കെ മാറ്റങ്ങളുണ്ടോ അതൊക്കെ അവള് മാറ്റും. എല്ലാം അങ്ങനെ കേട്ടോ. എന്തൊരു കാറ്റാ. പിന്നെ വെയിലുള്ള സ്ഥലത്താട്ടോ ഞങ്ങൾ നിൽക്കുന്നത്.
നടന്ന് നടന്ന് ഞങ്ങളുടെ കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി. കാല് വേദനിക്കുണ്ടോ കുഞ്ഞാച്ചി? വേദനിക്കുണ്ടോ? ഇല്ലേ? പിന്നെ എനിക്കൊരു കാര്യം പറയണം. നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ അറിയുന്നവർക്കൊക്കെ ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ എവിടെ ചേരുമ്പോഴാണോ പറങ്കിപ്പോഴാണോ എന്നൊക്കെ പറയുന്നത് കമൻറ്റ് ചെയ്യണം. എൻ്റെ വീട് സോറി ഇവിടെ വീട് പറഞ്ഞ് എനിക്ക് വീട് തന്നെ വായിൽ വരുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത്, കുറച്ച് പേര് കേട്ടോ, ഒരു രണ്ട് മൂന്ന് പേരുണ്ട് എൻ്റെ അടുത്ത് നെയിം മീറ്റിംഗ് ചലഞ്ചാണ് തോന്നുന്നു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ നെയിമൊക്കെ കമൻറ്റ് ചെയ്താൽ ഞാൻ നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യാം കേട്ടോ. ഒരു നെയിം മീറ്റിംഗ് ചലഞ്ച് ഞാൻ ഒരു കുട്ടി പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് റിമൂവായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് പുതിയ ഒരു നെയിം മീറ്റിംഗ് ചലഞ്ചായിട്ട് ഞാൻ ഉടനെ വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ പാടത്തുള്ള നാച്ചുറൽ വൈബ് എങ്ങനെയുണ്ട്? അപ്പോൾ ഇഷ്ടപ്പെട്ടവരാണെന്ന് വെച്ചാൽ ചാച്ച ബൈ, സീ യു.